السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടജനങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഖബറിൽ രക്ഷപ്പെടുന്ന 10 വിഭാഗം ജനങ്ങൾ എന്ന് വെച്ചാൽ ഖബർ തൊടാതെ സൂക്ഷിക്കുന്ന 10 വിഭാഗം ആളുകളെക്കുറിച്ചാണ്. അവരെ ഖബറിൻ്റെ മണ്ണ് അവരെ തിന്നൂല, അങ്ങനെയുള്ള ആളുകൾ. നമുക്കറിയാം, ഖബർ എന്ന് പറഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു വീടാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു മണിയറയാണ്. ഖബറിനെ കണ്ടാൽ തന്നെ വളരെ ഭയവും പേടിയും തോന്നുകയാണ് നമുക്കെല്ലാം, അല്ലേ? മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടുന്ന് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, അല്ലേ? ഖബർ എന്ന് പറഞ്ഞാൽ അത് ഭയാനകമായ ഒരു വീട് തന്നെയാണ്. ഖബർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിത്തരിക്കും, എന്നാൽ അത് കാണുമ്പോൾ നമ്മൾ പൊട്ടിക്കറയും. അതാണ് യഥാർത്ഥത്തിൽ ഖബറിനെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എവിടെ ഖബർ കണ്ടാലും ബഹുമാനപ്പെട്ടവർ തേങ്ങിക്കറയുമായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചല്ലയോ തങ്ങളെ, അവിടത്തോട് മഹ്ശറയെക്കുറിച്ച് പറയുമ്പോൾ കരയാറില്ല, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കരയാറില്ല, നരകത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ അവിടുന്ന് കരയാറില്ല, എന്നാൽ ഖബർ കാണുമ്പോൾ ഇത്രമാത്രം കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവറുകൾ പറയുകയാണ്, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മഹാനവറുകൾ പറഞ്ഞല്ലോ, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബ്ർ എന്നത് ആഖിറത്തിൻ്റെ വീടുകളിൽ വെച്ച് ആദ്യത്തെ വീടാണ്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ മറ്റെല്ലാ ഇടങ്ങളിലും അവൻ രക്ഷപ്പെടുന്നതാണ്. അവിടെ അവൻ പരാജയപ്പെട്ടാൽ മറ്റു വരുന്ന എല്ലാ കവാടങ്ങളിലും എല്ലാ വീടുകളിലും അവനിക്ക് പരാജയമാണ്. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഖബർ. ഖബർ എന്നത് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. 10 വിഭാഗം ആളുകളെ ഖബർ ശിക്ഷിക്കൂല, ഖബറിൽ അവർക്ക് പ്രയാസം ഉണ്ടാവൂല, ഖബറിൽ അവർക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടാവൂല. ആ ഖബർ അവരെ സംബന്ധിച്ചിടത്തോളം അത് മണിയറയായി മാറുന്നതാണ്. അത് മണിയറയായി അവർക്ക് മാറും. മനസ്സിലായില്ലേ? നമുക്കറിയാം, മണിയറ എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. ആ മണിയറയിലേക്ക് എപ്പോൾ ഒന്ന് നാം കടന്നു ചെന്നില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ പിരിഞ്ഞുപോയി എത്ര പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നുവോ അത്ര പെട്ടെന്ന് ആ മണിയറയിലേക്കൊന്ന് കടന്നു ചെല്ലണം. അവിടെ തന്നെ കാത്തു നിൽക്കുന്ന സുന്ദരിയായ ആ ഭാര്യയുമായി ഒന്ന് സല്ലപിക്കണം, അവളെ കണ്ടൊന്ന് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന 10 വിഭാഗം ആളുകൾ അത് അത്തരക്കാരിൽപ്പെട്ടവരാണ്. അവർക്ക് ഖബർ എന്നത് ഒരു പ്രയാസത്തിൻ്റെയോ വിഷമത്തിൻ്റെയോ വീടല്ല, മറിച്ച് അവർക്കതൊരു മണിയറയാണ്. അവിടെയുള്ള മലക്കുകൾ അവരെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാർ മരിച്ചും കൊണ്ട് ഖബറിൽ അവർ ചെന്നാൽ അവിടെയുള്ള മലക്കുകൾ അവരോട് പറയും, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ. മണിയറയിൽ കല്യാണത്തിൻ്റെ രാത്രി മണിയറയിൽ പുതിയാപ്പിള എത്രമാത്രം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ
കിടന്നുറങ്ങുന്നുവോ അതുപോലെ നീ കിടന്നുറങ്ങിക്കോ എന്ന് ആ മലക്കുകൾ അവനോട് വിളിച്ചു പറയുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസത്തിൻ്റെ, വിഷമത്തിൻ്റെ, ദുഃഖത്തിൻ്റെ വീടല്ല, അതവർക്ക് സന്തോഷം നൽകുന്ന മണിയറയാണ്. അപ്പോൾ അത്തരം ആളുകളെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി നമ്മൾ അത്തരം ആളുകളെ കൂട്ടത്തിൽ പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നത് നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതം അതുപോലെ നാം മാറ്റിയെടുക്കുകയാണെങ്കിൽ ഖബർ നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു വീടായി മാറും. അതൊരു മണിയറയായി നമുക്കും മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് ഈ 10 വിഭാഗം ആളുകൾ. അവർ എന്തുകൊണ്ട് ഈ മഹത്വം നേടി, എന്തുകൊണ്ട് അവർക്ക് ഈ ഗുണം കിട്ടി, നേട്ടം കിട്ടി എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും അവരെ പോലെയാകാൻ സാധിക്കും, യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ 10 വിഭാഗം ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ വിശേഷണങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. ഇന്ന് മുസ്ലിമാകാൻ നമുക്ക് പ്രയാസമില്ല. നമ്മളറിയാതെ തന്നെ നമ്മളൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ തന്നെ നമ്മളെല്ലാവരും മുസ്ലിമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അധിക ജനങ്ങളും കേവലം പേരിൽ മാത്രം മുസ്ലിമായവരാണ്. പേരിൽ മാത്രമാണ് അവർക്ക് മുസ്ലിം, ഇസ്ലാമിൻ്റെ പേര് വെച്ച് നടക്കുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ ഇസ്ലാമില്ല, അവരുടെ ഖൽബിൽ ഈമാനില്ലാത്ത എത്രയോ ആളുകൾ. അതുകൊണ്ട് മുസ്ലിമാകാൻ പ്രയാസമല്ല, മറിച്ചോ ആ ഇസ്ലാമീയത്ത് അതുപോലെ തന്നെ ആ ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് പ്രയാസം. മനസ്സിലായില്ലേ? അപ്പം ഈമാൻ ഉൾക്കൊണ്ട് ജീവിച്ച് ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറഞ്ഞു, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തു ജീവിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ, മുഅ്മിനായിട്ടല്ലാതെ ഒരിക്കലും നിങ്ങൾ മരിച്ചു പോകല്ലേ. അപ്പോൾ കേവലം ഇസ്ലാമായി ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. മരിക്കുമ്പോൾ ഇസ്ലാമായും കൊണ്ട് തന്നെ, മുസ്ലിമായും കൊണ്ട് തന്നെ, മുഅ്മിനായും കൊണ്ട് തന്നെ ഈമാനോട് കൂടി മരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. ഈമാനില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 10 വിഭാഗം ആളുകൾ അവരാരൊക്കെയാണ്, എന്താണ് അവരുടെ പ്രവൃത്തി, നമുക്കവരിൽ ഉൾപ്പെടാൻ സാധിക്കുമോ എന്നതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് ആ 10 വിഭാഗം? ഒന്നാമത്തെ വിഭാഗം മറ്റാരുമല്ല, അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ അംബിയ ആണ്. അംബിയാക്കൾ, പ്രവാചകന്മാർ. അവരെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ ഒരിക്കലും സാധ്യമല്ല. അംബിയാക്കളെ കൂട്ടത്തിൽ നമുക്കൊരിക്കലും പെടാൻ സാധ്യമല്ല. കാരണം ആ ഒരു വിഭാഗം കഴിഞ്ഞു പോയവരാണ്. അത് നമുക്ക് എത്ര പ്രയത്നിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും അവരിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? എന്നാൽ അവരുടെ മുഹിബ്ബീങ്ങളാകാം, അവരെ സ്നേഹിക്കുന്നവരാകാം, അത്രമാത്രം. എന്നാൽ ഒന്നാമത്തെ വിഭാഗം അംബിയാക്കളാണ്. അവരെ അല്ലാഹു തആല ഖബറിൽ ശിക്ഷിക്കൂല. ഖബറിൻ്റെ മണ്ണ് അവരെ തിന്നൂല. ഭൂമിയുടെ മണ്ണ് അല്ലാഹു തആല അതാ അംബിയാക്കളുടെ ശരീരത്തിന് ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അല്ലാഹു തആല ഭൂമിക്ക് മേൽ അംബിയാക്കളുടെ ശരീരം ഹറാമാക്കിയിരിക്കുകയാണ്. നിസ്സംശയം, ഒരു സംശയവുമില്ലാതെ ഉറപ്പായും കൊണ്ട്. പിന്നെ ഖബർ മണ്ണ് തിന്നാത്ത ഒരു വിഭാഗമാണ് അംബിയാക്കൾ. അവരെ ഒരിക്കലും അവരുടെ ശരീരം, അവരുടെ മയ്യത്തിനെ മണ്ണ് തിന്നൂല. എങ്ങനെയാണോ അവർ വെച്ചിട്ടുള്ളത് ഖബറിൽ, അതുപോലെ ഖിയാമത്ത് നാൾ വരെ അവരുടെ ശരീരത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ അവർ പുതിയാപ്ലയെ പോലെ ഖബറിൽ കിടന്നുറങ്ങുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആരാണറിയോ? അൽ ഗാസി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹയാത്തിന് വേണ്ടി, ദീനിന് എതിരായി വിരുദ്ധമായി വരുന്ന ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ഗാസി. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചും കൊണ്ട്, ഭൗതികമായ ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു നേട്ടവും ആഗ്രഹിക്കാതെ, അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അള്ളാഹിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഗാസി യോദ്ധാക്കൾ.
അവരുടെ ശരീരത്തെയും അതാ ഖബർ തിന്നൂല, മണ്ണ് തിന്നൂല, ഖബറിൽ അവർ ശിക്ഷിക്കപ്പെടൂല. മനസ്സിലായില്ലേ? ഇതാണ് രണ്ടാമത്തെ വിഭാഗം. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആരാണറിയുമോ? അൽ ആലിം. അൽ ആലിം മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. ഏത് ആലിമാണ് പ്രിയപ്പെട്ടവരെ? എല്ലാ ആലിമീങ്ങളുമല്ല, എല്ലാ ഇൽമുള്ളവരുമല്ല, എല്ലാ പണ്ഡിതന്മാരുമല്ല. അൽ ആലിം ഒരു പ്രത്യേക വിഭാഗം ആലിമീങ്ങളാണ്. അവരെ ഖബർ മണ്ണ് തിന്നൂല. അതാരാണ്? ആ വിഭാഗം ഇൽമനുസരിച്ചും കൊണ്ട് പ്രവർത്തിക്കുന്ന, അമൽ ചെയ്യുന്ന ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ദീന് പഠിക്കുകയും സമുദായത്തിനത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. കാരണം അത്തരം ആലിമീങ്ങൾ, അത്തരം അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന, ഔലിയാക്കളാകുന്ന, സ്വാലിഹീങ്ങളാകുന്ന ആലിമീങ്ങൾ, അവരുഹും സുർജു ഉമ്മത്തിക ഫി ദുനിയാ വൽ ആഖിറ എന്നാണ് പറഞ്ഞത് അള്ളാഹിൻ്റെ ഹബീബ്. അവർ ദുനിയാവിലും ആഖിറത്തിലും ഈ സമുദായത്തിൻ്റെ വഴികാട്ടികളാണവർ. ഒരിക്കലും അത്തരം ആലിമീങ്ങളെ, മുഖ്ലിസീങ്ങളാകുന്ന, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ പേടിക്കേണ്ട ക്രമപ്രകാരം പേടിച്ചു ജീവിക്കുന്ന ആലിമീങ്ങൾ അവരുടെ ശരീരത്തെ മണ്ണ് തിന്നൂല. അള്ളാഹു തആല പറഞ്ഞില്ല ഖുർആനിൽ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹിൻ്റെ അടിമകളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്, ഈ പറഞ്ഞതുപോലെയുള്ള ആലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഖബറിൽ പേടിയില്ല, ഭയമില്ല. ഖബർ അവർക്ക് മണിയറയാണ്. ഇതാണ് രണ്ടാമത്തെ വിഭാഗമെങ്കിൽ മൂന്നാമത്തെ വിഭാഗം അശ്ശുഹദാ, രക്തസാക്ഷികൾ. നേരത്തെ പറഞ്ഞത് യുദ്ധം ചെയ്യുന്ന ആളുകൾ, അവർക്ക് പോലും ഖബറിൽ ശിക്ഷയില്ല, അവരെ ഖബർ മണ്ണ് തിന്നൂല, യോദ്ധാക്കൾ. എന്നാൽ ഈ പറയുന്ന നാലാമത്തെ വിഭാഗം ശുഹദാക്കളാണ്. അത്തരം യുദ്ധത്തിൽ പോയി ശത്രുക്കൾക്കുള്ള ആക്രമണത്തിന് ഇരയായും കൊണ്ട് രക്തസാക്ഷികളായ ശുഹദാക്കളാണ് നാലാമത്തെ വിഭാഗം. വലിയ മഹത്വം നൽകപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് ശുഹദാക്കൾ. അവരെപ്പോലെ മഹത്വം പറയപ്പെട്ട മറ്റൊരു വിഭാഗം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ അറിയുമോ? എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് കടന്നാൽ പിന്നീട് ഒരിക്കലും അതാ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കൂല എന്നാണ്. എന്നാൽ അക്കൂട്ടത്തിൽ നിന്ന് ശുഹദാക്കൾ ഒഴിവാണ്. ശുഹദാക്കൾ ഒഴികെ അവർ സ്വർഗത്തിൽ കടന്നാലും അതാ വീണ്ടും അവർ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്തേ കാരണമെന്നറിയോ? എന്താണ് അവർ സ്വർഗത്തിൽ കടന്നാൽ വീണ്ടും ദുനിയാവിലേക്ക് വരാൻ കൊതിക്കുന്നത്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊടുക്കുന്നതായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, സുബ്ഹാനല്ലാഹ്, പദവികൾ, പ്രതിഫലങ്ങൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന നിഅമത്തുകൾ, അത് കണ്ട് സന്തോഷിച്ച് അതാ വീണ്ടും വീണ്ടും ഇത്തരം നേട്ടം എനിക്കുണ്ടോ, ഇത്തരം പ്രതിഫലം എനിക്കുണ്ടോ, ഇനിയും ഞാൻ ഒന്നുകൂടി യുദ്ധം ചെയ്യട്ടെ, ഇനിയും എനിക്കതാ ഈ പ്രതിഫലം ഒന്നുകൂടി അധികരിപ്പിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചും കൊണ്ട് അതാ വീണ്ടും റബ്ബിനോട് ദുനിയാവിലേക്ക് മടങ്ങി വീണ്ടും യുദ്ധത്തിൽ പോയി ഷഹീദാകാൻ ആഗ്രഹിക്കുന്ന ഏക വിഭാഗമാണ് ശുഹദാക്കൾ. കണ്ടോ, അത്രയും വലിയ മഹത്വമാണ്, പ്രതിഫലമാണ് അവർക്ക്. അത്തരം മുഖ്ലിസീങ്ങളായ, അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ശരീരം സമർപ്പിച്ചതായിരിക്കുന്ന തൻ്റെ മാംസവും രക്തവും അതാ ദീനിന് വേണ്ടി സമർപ്പിച്ച് മൗത്തായി പോയ ശുഹദാക്കൾ, അവരുടെ ഖബറിലതാ അവർ മണ്ണ് അവരുടെ ശരീരത്തെ തിന്നൂല, ഖബറിൽ അവർക്ക് ശിക്ഷയില്ല. അതല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അതാ യുദ്ധത്തിൽ ഷഹീദായി പോയ ശുഹദാക്കളെക്കുറിച്ച് ഒരിക്കലും അവർ മരിച്ചു പോയവരാണെന്ന് വിചാരിക്കണ്ട, അവർ മയ്യത്താണെന്ന് വിചാരിക്കണ്ട. അവരിതാ നിന്റെ കൺമുമ്പിൽ നിന്ന് മരിച്ചു പോയിട്ട് ഖബറിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഖുർആൻ പറയുന്നുണ്ട് അവർ മരിച്ചവരല്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണെന്ന് മാത്രമല്ല, യുർസഖൂൻ, അവർക്ക് അല്ലാഹു തആല റിസ്ക് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് ഖബറിൽ അല്ലാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിഭാഗമാണ് ശുഹദാക്കൾ. അവരുടെ ശരീരത്തെ മണ്ണ് തിന്നൂല. ഇതാണ് നാലാമത്തെ വിഭാഗം. എന്നാൽ അഞ്ചാമത്തെ വിഭാഗം ആരാണറിയുമോ? ഹാമിലുൽ ഖുർആൻ, പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ വഹിക്കുന്ന ആളുകൾ, ഖുർആൻ ചുമക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ
ഖുർആൻ എന്ന് പറയുന്ന മുസ്ഹഫ് കയ്യിൽ പിടിച്ച് നടക്കുന്നവർ എന്നല്ല, അല്ലെങ്കിൽ തലയിൽ വെച്ച് ചുമക്കുന്നവർ എന്നല്ല. ആ പരിശുദ്ധ ഖുർആൻ മുഴുവനും അതാ ബൈഹാർട്ടാക്കിയ, കാണാതെ പഠിച്ച, അതാ ഹിഫ്ലാക്കിയതായിരിക്കുന്ന ഹാഫിലീങ്ങളാണ്. എന്നാൽ അവിടെയും ഒരു നിബന്ധനയുണ്ട്. കേവലം ഖുർആൻ ഇങ്ങനെ ഓതാൻ മാത്രം, കാണാതെ ഓതാൻ വേണ്ടി മാത്രം പഠിച്ചവരല്ല. ആ ഖുർആൻ ഹിഫ്ലാക്കിയതുപോലെ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി അതുപോലെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ശരീരം അതാ ഖബറിൽ മണ്ണ് തിന്നൂല, ഖബറിൽ അവർക്ക് ശിക്ഷയില്ല കേട്ടോ. വലിയ മഹത്വമുള്ള ഒരു വിഭാഗം തന്നെയാണ് ഖുർആൻ മനഃപ്പാടമാക്കിയ. ഖുർആൻ അതാ നിത്യവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ അതാ ഖുർആൻ ചുമന്നുകൊണ്ടിരിക്കുന്ന ഹാഫിലീങ്ങൾ കേട്ടോ. കാരണം എന്താ അറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, അവർ അതാ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ്. ഖുർആൻ ഹാഫിലീങ്ങൾ, ഹമലത്തുൽ ഖുർആൻ, അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകം ഒരു വിഭാഗം, പ്രത്യേകക്കാരാണവർ. അള്ളാഹുവിൻ്റെ പേഴ്സണൽ ആളുകളാണ് ഈ ഹമലത്തുൽ ഖുർആൻ ആകുന്ന ഹാഫിലീങ്ങൾ. ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അതാ ഖുർആൻ മനഃപ്പാടമാക്കിയവരാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി അഹ്ലൈനി മിനന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ 2 വിഭാഗം ആളുകളുണ്ട്. അള്ളാഹ്ക്ക് 2 വിഭാഗം ആളുകളുണ്ട് ജനങ്ങളെ കൂട്ടത്തിൽ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ വിഭാഗന്മാരാണ് നബി, ആ 2 കൂട്ടരാരാണ്? നബി തങ്ങൾ പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാണവർ. ഹും അഹ്ലുല്ലാഹി വഖാസ്വതു, അവർ അള്ളാഹിൻ്റെ കുടുംബക്കാരാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണവർ. ഇതാണ് ഖുർആൻ മനഃപ്പാടമാക്കിയതിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ. എന്ന് മാത്രമല്ല, നാളെ ഖിയാമത്ത് നാളിൽ ഹാഫിലീങ്ങളോട് അല്ലാഹു തആല പറയുമത്രേ, ഇഖ്റഅ വർത്തഖി, നീ ഖുർആൻ ഓദിക്കോ, എന്നിട്ട് നീ ഇങ്ങനെ കയറിക്കോ, ഖുർആൻ ഓതിക്കൊണ്ട് നീ കയറിക്കോ. വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയാ, ദുനിയാവിൽ എങ്ങനെയാണോ നീ ഖുർആൻ ഓതിയിട്ടുള്ളത് അതുപോലെ നീ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തോ. കാരണം ഫൈന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, സ്വർഗത്തിൽ നിനക്ക് കിട്ടാൻ പോകുന്ന വീട് ഏതാണറിയോ? നീ ഇങ്ങനെ ഖുർആൻ ഓതി 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 എവിടെയാണോ അവസാനമായി പിന്നെ നീ നിർത്തുന്നത്, അവിടെയാണ് ആ അവസാനത്തിൻ്റെ ആയത്തിൻ്റെ എണ്ണമനുസരിച്ചാണ് സ്വർഗത്തിൽ നിനക്ക് ഉന്നതമായ പദവി നൽകുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെ ഖുർആൻ ഓതിക്കോ, ഓതി 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 എവിടെയാണോ നീ നിപ്പിക്കുന്നത്, ആ എത്രാമത്തെ ആയത്തിലാണോ നീ നിപ്പിക്കുന്നത്, ആ ആയത്തിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് നിൻ്റെ പദവി എന്ന് അതാ നാളെ ഖിയാമത്ത് നാളിൽ ഹാഫിലീങ്ങളോട് വിളിച്ചു പറയുമത്രേ. മാത്രമല്ല, ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു ഹാഫിൽ ഉണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട 40 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാനുള്ള അധികാരം അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. അല്ലാഹു തആല നമ്മളെ ഖുർആനിൻ്റെ അഹ്ലുകാരായി മാറ്റിത്തരുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നമ്മൾ ഹാഫിലീങ്ങളാക്കണം. വലിയ ഒരു ഭാഗ്യമാണത്. അള്ളാഹിൻ്റെ ഖുർആൻ എന്നും ഓതാനുള്ളൊരു സൗഭാഗ്യം കിട്ടുക എന്നത് ചെറിയ വിഷയമല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അവരാണ് 5ാമത്തെ വിഭാഗം. 6ാമത്തെ വിഭാഗം ആരാണറിയോ? ഇമാമുൻ ആദിൽ, ഖബറിൽ ശിക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഖബറിൽ മണ്ണ് തിന്നാത്ത വിഭാഗമാണ് ഇമാമുൻ ആദിലുൻ, നീതിമാനിയായ ഇമാം, ഭരണാധികാരി. ഈ ഭരണാധികാരി എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഉദ്ദേശം പറഞ്ഞില്ലേ ഹദീസിൽ, കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി, നിങ്ങളിൽ നിന്നുള്ള ഓരോ വിഭാഗവും ഓരോരുത്തരും അതാ ഭരണാധികാരികളാണ്, അവരുടെ ഭരണത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇവിടെ ഇമാമുൻ ആദിൽ എന്ന് പറയുമ്പോൾ അതാ കുടുംബത്തിലൊരു ഭരണാധികാരി ഉണ്ടാവും, നാട്ടിലൊരു ഭരണാധികാരി ഉണ്ടാവും, രാജ്യത്ത്, അതുപോലെ തന്നെ രാഷ്ട്രത്തിൽ, ഇങ്ങനെ ഓരോ കൂട്ടത്തിലും കുടുംബത്തിലും സംഘത്തിലും ഒരു നേതാക്കന്മാരുണ്ടാവും. ആ സംഘത്തിനെയും ആ നാട്ടിനെയും ഭരിക്കുന്ന, കുടുംബത്തിനെ ഭരിക്കുന്ന ആളുകൾ, അവരാണ് ഇമാമുൻ ആദിൽ. അപ്പം നീതിയോടുകൂടി, ഒരു നിലക്കും അക്രമമില്ലാതെ, അനീതിയില്ലാതെ
ഭരിക്കുന്ന ആ പിന്നെ ഇമാമുണ്ടല്ലോ, അവനിക്ക് ഖബറിൽ ശിക്ഷയില്ല, ഖബറിൽ അവൻ്റെ ശരീരത്തെ മണ്ണ് തിന്നൂല. പക്ഷേ എന്ത് വേണം? അവൻ്റെ ആ ഭരണം അത്രയും നീതിയുക്തമുള്ളതായിരിക്കണം. അക്രമമുള്ള, അനീതി പ്രവർത്തിക്കുന്ന ആ ഇമാമിനിക്ക് ഈ ഭാഗ്യം കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ആൾ അവർക്ക് അർശിൻ്റെ തണൽ പോലുമുണ്ട് എന്നാണല്ലോ. നീതിമാനിയായ ഭരണാധികാരി നാളെതാ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽപ്പെട്ട ഒരാളാണ്. അപ്പം അത്രയും വലിയ സ്ഥാനമാണ് അവനിക്ക്. പിന്നെ 7ാമത്തെ വിഭാഗന്മാരാണറിയോ? മുഅദ്ദിൻ, പരിശുദ്ധമായിരിക്കുന്ന അള്ളാഹിൻ്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ആ പരിശുദ്ധമായിരിക്കുന്ന ആ വാക്യം ഉച്ചരിക്കുന്ന, എന്നും ആളുകളെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തുന്നതായിരിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, മുത്തഖിയായ തഖ്വയോട് കൂടി ജീവിക്കുന്ന ആ മുഅദ്ദിൻ, അവൻ്റെ ശരീരത്തതാ ഖബറിൽ മണ്ണ് തൊടൂല, ഖബറിൽ അവനിക്ക് ശിക്ഷയില്ല. പക്ഷേ മുഅദ്ദിന് അങ്ങനെയുള്ള മുഅദ്ദിനായിരിക്കണം. ഇത് എല്ലാ മുഅദ്ദിനീങ്ങളെക്കുറിച്ചും പറഞ്ഞതല്ല. കേവലം ബാങ്ക് വിളിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഈ പദവി കിട്ടൂല. തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിച്ച് അതാ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, അവനാണ് ഈ വലിയ സ്ഥാനത്തിന് അർഹനായിട്ടുള്ളവൻ. അത്തരം മുഅദ്ദിനീങ്ങൾക്കുള്ള അതാ കഴുത്തു നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ നീണ്ടുവരുമെന്നാണ്. അവരുടെ കഴുത്ത് വലിയ നീളമായിരിക്കും ബാങ്ക് വിളിച്ച കാരണത്താൽ എന്നാണ്. അപ്പോൾ അവരുടെ ശരീരത്തെ ഖബറിൽ മണ്ണ് തിന്നൂല. 8ാമത്തെ വിഭാഗന്മാരാണറിയുമോ? മുത്തഖിയായി തഖ്വയോട് കൂടി അല്ലാഹനെ പേടിച്ച് ജീവിച്ച് അതാ ആ പ്രസവ സമയത്ത് മരിച്ചതായിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, പ്രസവിക്കുന്ന സമയത്ത് മരിച്ചതായിരിക്കുന്ന മുത്തഖിയായ ഒരു സ്ത്രീ, അവളുടെ ശരീരത്തെ ഖബറിൽ മണ്ണ് തിന്നൂല. കാരണം അവൾ സഹിച്ച വേദന, അവൾ സഹിച്ചതായിരിക്കുന്ന നൊമ്പലം, അവളുടെ കഷ്ടപ്പാട്, അവളുടെ പ്രയാസത്തിന് പകരമായി അള്ളാഹു കൊടുക്കുന്ന ഉന്നത പദവിയാണ്. പ്രസവിക്കുമ്പോൾ മരിക്കുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അവർ ബേജാറാകേണ്ട ആവശ്യമില്ല. ഖബറിൽ അവർക്ക് ശിക്ഷയില്ല. ഖബറിൽ അവരുടെ ശരീരം മണ്ണ് തിന്നൂല. ആ വെച്ചതുപോലെ തന്നെ ഉണ്ടാകുമെന്നാണ് മഹാന്മാർ പറയുന്നത്. ഇതാണ് 8ാമത്തെ വിഭാഗമെങ്കിൽ 9ാമത്തെ വിഭാഗം ഒമൻ ഖുതില മദ്ലൂമാ, അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ അതാ അക്രമപരമായി കൊല്ലപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ. അക്രമമായ ഒരു കാരണവുമില്ലാതെ അതാ വെറുതെ ആളുകൾ, മനുഷ്യർ, ശത്രുക്കൾ വന്നവനെ കൊന്നു. ഒരു തെറ്റും ചെയ്യാത്ത മദ്ലൂമായ മനുഷ്യനാണ്. അവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ശരീരം ഖബറിൽ വെച്ചാൽ ഖബറിൽ അവനിക്ക് ശിക്ഷയില്ല. അവൻ്റെ ശരീരത്തെ മണ്ണ് തിന്നൂല. മുത്തഖിയായി മുഅ്മിനായി ജീവിച്ച് മറ്റുള്ള ആളുകളുടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ, അല്ലാഹു തആല എത്രയോ വലിയ പദവി അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ സഹിച്ച വേദനയ്ക്ക് പകരമായിട്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞത്. ഇനി 10ാമത്തെ ആൾ അറിയുമോ? മമ്മാത യൗമൽ ജുമുഅത്തി ഔ ലൈലതഹാ, വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ മരിച്ച മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ മരിച്ച മനുഷ്യനുണ്ടല്ലോ, അവർക്കും ഖബറിൽ ശിക്ഷയില്ല, അവരുടെ ശരീരം മണ്ണ് തിന്നൂല എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. കാരണം വെള്ളിയാഴ്ച ദിവസത്തിന് അത്രയും വലിയ മഹത്വമാണ്. മഹാന്മാർ ബഹുമാനപ്പെട്ട ഇമാം അബൂ ജഅഫർ എന്നവർ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച രാത്രി അത് പ്രകാശത്തിൻ്റെ രാത്രിയാണ്, വെള്ളിയാഴ്ച പകൽ അത് പ്രകാശത്തിൻ്റെ പകലാണ്. അതുകൊണ്ട് തന്നെ മമ്മാത ഫീഹി ലം യുഅദ്ദബ് ഫിൽ ഖബറി, ആ വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. ബഹുമാനപ്പെട്ട അഹ്മദ് ഇമാം അവർകൾ പറയുകയാണ്. ഇനി പ്രിയപ്പെട്ടവർ, അപ്പോൾ ഈ 10 വിഭാഗം ആളുകൾ അവർക്ക് ഖബറിൽ ശിക്ഷയില്ല, അവരുടെ ശരീരത്തെ മണ്ണ് തിന്നൂല എന്നാണ്. എന്നാൽ ഈമാനോട് കൂടി മരിക്കാൻ മഹാന്മാർ നമുക്ക് 2 കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഇസ്മും അതുപോലെ ഒരു സൂറത്ത്. ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഈമാൻ കിട്ടാതെ മരിച്ചു പോകില്ല എന്നാണ്. ഏതാണത്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് അവറുകൾ പറയാണ്, ഖസ്ലത്താനി, 2 കാര്യം, മൻ ലസിമഹാ ലം യമുതു ഇല്ലാ ബിൽ ഈമാൻ, ആ 2 കാര്യം ഒരാൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, പതിവാക്കിയാൽ ഈമാനോട് കൂടിയല്ലാതെ അവൻ മരിച്ചു പോകൂല. 1ാമത്തെ ആളാരറിയുമോ? മൻഖാല ഫീ കുല്ലി സ്വബാഹിൻ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത്,
യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത്. ശരിക്കും മനസ്സിലാക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത്. ഈ ഒരു ഇസ്മ, ഈ ഒരു ദിക്റ് നിത്യമായി ചൊല്ലുകയാണെങ്കിൽ ദിവസവും 41 പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഫീ കുല്ലി സ്വബാഹ്, എല്ലാ രാവിലെയും 41 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത് എന്ന ദിക്റ് ചൊല്ലുകയാണെങ്കിൽ അവൻ ഈമാനോട് കൂടിയിട്ടല്ലാതെ മരിക്കൂല എന്നാണ് ഒന്ന്. രണ്ടാമത്തെ സൂറത്ത് ഏതാണെന്നറിയോ? ഒമൻ ഖറഅ സൂറത്തുൽ കാഫിറൂൻ ഇൻദൻ നൗം. മറ്റൊരാൾ ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതി കിടക്കുന്നവൻ എന്നും പതിവായി നിത്യവും ഒരു ദിവസവും ഒഴിവാവാതെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതി കിടക്കുന്ന മനുഷ്യൻ അവൻ ഈമാൻ കിട്ടിയിട്ടല്ലാതെ മരിച്ചു പോകില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം, നിത്യമാക്കണം. എന്നാൽ ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ സാധിക്കും. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ 10 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്കും നമ്മുടെ ഭാര്യമക്കൾ, കുടുംബത്തിന്, മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി മറ്റൊരു ദിവസം നല്ല മറ്റൊരു ഇൽമുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.